വാട്സപ്പിലൂടെ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്ഡേഷൻ കുറച്ച് മുന്നേ വന്നതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ തേടി നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സ്ട്രാ ചാർജും നമുക്കിതിൽ നിന്നും ഈടാക്കുന്നില്ല. ഗൂഗിൾ പേ, ഫോൺ പേയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ₹1, ₹2 അതിനവർ കൺവീനിയൻസ് ഫീ ആയിട്ട് ഈടാക്കാറുണ്ട്. എന്നാൽ നമ്മൾ വാട്സപ്പിലൂടെയാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാർജ് വരെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പ് തന്നെയാണ് ഓപ്പൺ ആക്കേണ്ടത്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടും ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ വാട്സപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിനടുത്ത് തന്നെ നമുക്കൊരു രൂപയുടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു രൂപയുടെ ഐക്കണിലാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളതിങ്ങനെ കാണുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സ്കാൻ UPI QR കോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പേ മൊബൈൽ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഏത് ബാങ്കാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെയൊക്കെ താഴെ ആയിക്കൊണ്ട് നമുക്ക് മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ റീചാർജിനായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കോൺടാക്റ്റിലുള്ള നമ്പർ ആണെങ്കിൽ അത് സെർച്ച് ചെയ്തുകൊണ്ട് ആ ഒരു നമ്പറിലേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടുള്ള റീചാർജുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ മുകളിൽ തന്നെ നമുക്ക് നമ്മുടെ സിം കാർഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലർ പോർട്ട് ചെയ്തുകൊണ്ട് മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറിയവരുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ ചേഞ്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏതാണ് നിങ്ങളുടെ സിം ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്നൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കിലേക്ക് വരാം. ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എത്ര രൂപയാണ് റീചാർജ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു ₹10 റീചാർജാണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സെലക്ട് ദിസ് പ്ലാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയായിരിക്കും റീചാർജ് സമ്മറി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടിന്യൂ എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പേ വിത്ത് ഗൂഗിൾ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റീചാർജ് ചെയ്യുകയാണ്. ഓക്കെ, ₹10 നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള, അതായത് UPI പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഫീ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പക്ഷേ റീചാർജ് ചെയ്യാണ്, പേ കൊടുത്തു. നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പിലൂടെ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.